Good evening, ma'am. Good evening. Good evening, ma'am. Good evening, ma'am. Good evening. Good evening, miss. Good evening. Okay. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രെയർ ആരെങ്കിലും റെഡി ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് പ്രെയർ ചെയ്യും കേട്ടോ. എനിവൺ പ്ലീസ്. ആരുമില്ലേ? Good evening, ma'am. ഗുഡ് ഈവനിങ്. Good evening, ma'am. ഗുഡ് ഈവനിങ്. പ്രെയർ സ്റ്റാർട്ട് ചെയ്യാം. ആരും ഇല്ലെങ്കിൽ നമുക്കൊരു സൈലന്റ് പ്രെയറിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൂവ്മെന്റ് ആയിരുന്നു പറഞ്ഞത്. മൂവ്മെന്റ് നമുക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടി അല്ലെ. നെക്സ്റ്റ് ഹ്യൂമൻ ടെൻഡൻസീസ് ആണ്, അടുത്ത ചാപ്റ്റർ ആണ്. ചാപ്റ്റർ 2 ആണ് ഹ്യൂമൻ ടെൻഡൻസീസിന്റെ. നെറ്റ് ഇടയ്ക്ക് ഇഷ്യൂ വരുന്നുണ്ട്, അതാ ഞാൻ. ഓക്കെ, ഹ്യൂമൻ ടെൻഡൻസീസ് ആണ് മീൻസ് നമ്മളിലുമുള്ളത്, കുട്ടികളിലുള്ളത്, പഴയ ജനറേഷനിലുള്ള എല്ലാ ആളുകളിലും കണ്ടുപോന്നിരുന്ന ഒരു ടെൻഡൻസീസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മോഡ്യൂൾ 1 പാർട്ട് 3 യൂണിറ്റ് 9 ആണ് കേട്ടോ. ഞാൻ ഷെയർ ചെയ്യാം.
സോറി, എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ, എന്തോ കണക്ഷൻ എറർ കാണിക്കണം, എന്താണെന്നറിയില്ല. ഓക്കെ, എനിവേ ഞാനത് ഷെയർ ചെയ്യാം. പെർസിസ്റ്റ് ചെയ്യുവാണെങ്കിൽ, ഇഷ്യൂ പെർസിസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് വേറെ ദിവസം ക്ലാസ് അറേഞ്ച് ചെയ്യാം കേട്ടോ. നോക്കാം, ട്രൈ. ഓക്കെ, നമ്മൾ ടെൻഡൻസീസ് ഓഫ് മാൻ, ആ മാനിന് പകരം ഹ്യൂമൺ ആക്കുക. കാരണം ജനറലി മാൻ എന്നങ്ങ് പറയുന്നതേ ഉള്ളൂ, ബോത്ത് എല്ലാ ജെൻഡേഴ്സും വരുന്നത് തന്നെയാണ്. ഓക്കെ, സോ മോണ്ടിസോറി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മോണ്ടിസോറി എപ്പോഴും വേൾഡ് പീസിന് വളരെ ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ഒരാളാണ്. എപ്പോഴും പറയുന്നത് ഈ ഹ്യൂമൻസ് തമ്മിലുള്ള എന്തൊരു പ്രോബ്ലം ആണെങ്കിലും, എന്ത് അണ്ടർസ്റ്റാൻഡിങ് ആണെങ്കിലും, എന്ത് ഡെവലപ്മെന്റ് കാര്യങ്ങളാണെങ്കിലും, മോണ്ടിസോറി അത് ഒറ്റയ്ക്ക് ഒരാളുടെ കാര്യമായിട്ടല്ല പറയുന്നത്, ഗ്രൂപ്പ് ഓഫ് ആളുകൾ, സൊസൈറ്റി, എല്ലാം സൊസൈറ്റി റിലേറ്റഡ് ആയിട്ടാണ് മോണ്ടിസോറി പറയുന്നത്. വേൾഡ് പീസ് ഒരാളുടെ കാര്യമല്ല, എല്ലാ ഗ്രൂപ്പും ത്രൂ ഔട്ട് ഓൾ ദ ഹ്യൂമൻ ബീങ്സ്, ആ ഒരു രീതിയിലാണ് മോണ്ടിസോറി എപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നത്, മറിയാം മോണ്ടിസോറി. അപ്പൊ ഇതിലേക്ക് എത്തുക, സൊസൈറ്റിയിലേക്ക് എല്ലാ കാര്യങ്ങളെയും എത്തിക്കുക എന്ന് പറയുന്നത് ത്രൂ ചൈൽഡ് മാത്രമാണ്. ത്രൂ ചൈൽഡാണ് ഏറ്റവും ബെറ്ററായി നടക്കുന്നതെന്നാണ് മോണ്ടിസോറി പറയുന്നത്. അപ്പൊ നമുക്ക് ഈ പോർഷൻ ഒന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് ഒരു വലിയൊരു പാരഗ്രാഫാണ്, അതിന്റെ ആ പകുതി വരെ വായിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് വായിച്ചോളൂ. നമുക്ക് എന്നിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം. അങ്ങനെ വായിക്കാം. ഞാൻ വായിക്കാം മാം. യെസ് പ്ലീസ്. അത് ഇവിടെ വരെ വായിച്ചോളൂ കേട്ടോ. ഇവിടെ മാം നോക്കട്ടെ. ഒരാൾ തന്നെ വായിക്കണം, കാരണം വലിയൊരു പകുതി നോക്കിയപ്പോ വലിയൊരു സെന്റൻസാ. ഒരാൾ തന്നെ മുഴുവൻ വായിച്ചു. Okay, ma'am. Montessori had much to say about world peace. She always talks about the importance of developing an understanding of the human problem and associative human society. She firmly believed that the way to do this was through the child, and that the work of education was to establish a lasting peace. Throughout history, humans have relied on their genius and versatility for survival. Regardless of race, country, or culture, people follow similar patterns. After years of careful inspection in children, Maria Montessori was able to identify 14 important tendencies that compel human beings to make and refine the world around them, which she considered these as tendencies of man, their exploration, order, gregariousness, communication, abstraction, interest, calculation, repetition, concentration, self-control, perfection, inventiveness, independence, and work. The Montessori prepared environment with its carefully chosen and beautifully arranged materials is built around these tendencies. Because of this, Montessori teachers do not want to force their students to. Children are naturally drawn to the materials because they appeal to their instinctive drives. അടുത്തത് വായിക്കണം. അപ്പൊ മോണ്ടിസോറി പറയുന്നത് എല്ലാ ആളുകൾക്കും ചില ടെൻഡൻസീസ് ഉണ്ട്. അത് കുട്ടികളാണെങ്കിലും ശരി, മുതിർന്ന ആളുകളാണെങ്കിലും ശരി, പഴയ ജനറേഷനിലുള്ളവരാണെങ്കിലും ശരി, എല്ലാവർക്കും ഒരു ടെൻഡൻസീസ് ഉണ്ട്. ലൈക്ക് അവർ ഓരോ ഡെവലപ്പിംഗ് സ്റ്റേജിലൂടെ പോകുമ്പോഴും ഓരോ ടെൻഡൻസീസ് വരുന്നതാണ് മോണ്ടിസോറി പറയുന്നത്. മോണ്ടിസോറി അത് എപ്പോഴും ഒരു ഗ്രൂപ്പിനെ റിലേറ്റ് ചെയ്താ പറയുന്നത്. ഹ്യൂമൻ സൊസൈറ്റി, നമുക്ക് വേൾഡ് പീസ് ആൻഡ് ഹാർമണി, അതെല്ലാം ഒരു സൊസൈറ്റിയിലേക്ക് പോകണം. അതിന് പറ്റിയ ഏറ്റവും നല്ല ചാനൽ കുട്ടികൾ തന്നെയാണെന്നാണ് മോണ്ടിസോറി പറയുന്നത്.
പിന്നെ പല കൺട്രീസിലും പല കൾച്ചർ ആയിരിക്കും, പല റേസ്, പല രീതിയിലുള്ള ട്രഡീഷൻസ് ഫോളോ ചെയ്യുന്നവരായിരിക്കും. അപ്പൊ കുട്ടികളെ കുറെ മോണ്ടിസോറി ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, ഇൻസ്പെക്ട് ചെയ്തിട്ടുണ്ട്, വർഷങ്ങളോളം അവരെ ഒബ്സർവ് ചെയ്ത് റിസർച്ച് ചെയ്ത് മോണ്ടിസോറി 14 ഇമ്പോർട്ടൻറ്റ് ടെൻഡൻസീസ്, ഹ്യൂമന്റെ 14 ഇമ്പോർട്ടൻറ്റ് ടെൻഡൻസീസ് മോണ്ടിസോറി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി മറിയ മോണ്ടിസോറിയുടെ മോനുണ്ട്, മറിയോ മോണ്ടിസോറി എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം 9 ടെൻഡൻസീസ് ആണ് മെയിൻ ആയിട്ട് അദ്ദേഹം പറഞ്ഞത്. ഇത് മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻസ് എല്ലാം വെച്ചിട്ട് അദ്ദേഹം 9 ടെൻഡൻസീസിനെ കുറിച്ച് പറഞ്ഞു, മോണ്ടിസോറി 14 ഇമ്പോർട്ടൻറ്റ് ടെൻഡൻസീസിനെ കുറിച്ച് പറഞ്ഞു. അത് എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ നേച്ചറിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പൂക്കളുടെ ആ ഒരു സുഗന്ധം, അതുപോലെ തന്നെ പല രീതിയിലുള്ള കൾച്ചർ, പല രീതിയിലുള്ള മണ്ണ്, അങ്ങനെ പല പല കാര്യങ്ങളും നാച്ചുറലി ഉള്ള പല കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് വരും. പല ആൾക്കാരും യാത്രകളൊക്കെ പോകാറുണ്ടല്ലോ, എക്സ്പ്ലോർ ചെയ്യും, ലോകം കാണുക, അല്ലെങ്കിൽ പല നാടുകൾ സഞ്ചരിച്ച് അവിടുത്തെ ആളുകളെ മാം പോയതാണോ അതോ എനിക്ക് കേൾക്കാത്തയാണോ? മാം ലെഫ്റ്റ് ആയി പോയി, എന്തോ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ തോന്നുന്നു. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്നും പറഞ്ഞല്ല, അതായിരിക്കും. ഇവിടെ ഉണ്ട്, അതാ ഞാൻ ചോദിച്ചേ.
മിസ് പോയതാണോ? ക്ലാസ് കട്ടായത് ഞാൻ അറിഞ്ഞില്ല. ആക്ച്വലി എന്റെ കയ്യിൽ ഇതിന്റെ ഹാർഡ് കോപ്പി ഇല്ല. ഹാർഡ് കോപ്പി എടുക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. ഞാനത് PDF നോക്കുമായിരുന്നു. ക്ലാസ് റൂമിൽ കട്ടായി പോയത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അങ്ങനെ വരുമ്പോൾ എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ വരികയായിരുന്നു അറിയുന്നത് വാട്സാപ്പിൽ. ഓക്കെ, കുറെ നേരമായോ ക്ലാസ് കട്ടായിട്ട്? ഒരു 5 minutes 10 minutes ആയിരുന്നു. ഒന്ന് റിമൈൻഡ് ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഈ സ്ക്രീൻ തന്നെ വെച്ചേക്കാം. ഓക്കെ, ഞാനൊന്ന് ഷെയർ ചെയ്യട്ടെ. ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ തിരിച്ച് റെസ്പോൺസ് ഒന്നും കിട്ടാതെ വന്നപ്പോ ഞാനൊന്ന് നോക്കിയതാ. ഇത്ര ഇഷ്യൂ ഉണ്ട്, എന്താന്ന് മനസ്സിലാവില്ല. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ പറഞ്ഞു മോണ്ടിസോറി ഹ്യൂമൻ ടെൻഡൻസീസിനെ കുറിച്ച് പറഞ്ഞു. ഹ്യൂമൻ ടെൻഡൻസീസ് കൂടുതലും അവർ കുട്ടികളെ ഒബ്സർവ് ചെയ്തിട്ടാണ് അവർ ഈ ടെൻഡൻസി അവർ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത്. 14 ടെൻഡൻസീസ് ആണ് പറഞ്ഞത് സ്പെസിഫിക് ആയിട്ട്. പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ആളുകളിൽ ഈ ടെൻഡൻസീസ് എല്ലാം കാണും. ടെൻഡൻസി ഏതൊക്കെയാണെന്നുള്ളത് നമ്മളൊരു 14 പറഞ്ഞു. ഇനി അത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുവാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ടെൻഡൻസി അനുസരിച്ച് ടെൻഡൻസിയിൽ ഓരോന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒന്നുകൂടെ നോക്കാം. നമ്മളിതിൽ പറഞ്ഞതിൽ എക്സ്പ്ലോറേഷൻ. നമ്മൾ എപ്പോഴും ആളുകള് യാത്രകൾക്കൊക്കെ പോകല്ലേ, കൂടുതൽ പല പല നാടുകൾ അറിയാൻ, അവിടെയുള്ള ആളുകളെ അറിയാൻ.
പിന്നെ ഓർഡർ, എപ്പോഴും ആളുകൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് ഒരു പർട്ടിക്കുലർ ഓർഡർ ഉണ്ടായിരിക്കും. ഒരു ഷോപ്പിൽ പോയി സാധനം വാങ്ങാനായിട്ട് പോകുന്നു, ചിലര് അതിനനുസരിച്ച് കുളിച്ച് റെഡി ആയി പോകും, ചിലർ വിചാരിക്കും എന്താ വാങ്ങിയിട്ട് വന്നിട്ട് കുളിക്കുക. അങ്ങനെ ഗ്രിഗേറിയസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്രൂപ്പായിട്ട് ഇരിക്കാൻ ഇഷ്ടപ്പെടുക, ലോൺലിനെസ് ആയിട്ട് അത് താല്പര്യമില്ലാതിരിക്കുക. കമ്മ്യൂണിക്കേഷൻ, എന്ത് കാര്യങ്ങളും എന്ത് മെസ്സേജും പരസ്പരം പറയുക. അബ്സ്ട്രാക്ഷൻ, എന്തെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് പലതും അനലൈസ് ചെയ്യുക, ഫിൽട്ടർ ചെയ്തെടുക്കുക, വേർതിരിച്ചെടുക്കുക. ഇൻട്രസ്റ്റ്, താല്പര്യങ്ങൾ ആളുകളിൽ ഉണ്ടാവും എപ്പോഴും. കാൽക്കുലേഷൻ, ചില കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ വളരെ കണക്ക് കൂട്ടി അങ്ങനെ ചെയ്യുന്നവരുണ്ടല്ലോ. റിപ്പിറ്റീഷൻ, ചില വർക്കുകൾ ചെയ്യുമ്പോൾ അത് തന്നെ വീണ്ടും ചെയ്യാനായിട്ട് ശ്രമിക്കും. പിന്നെ സെൽഫ് കൺട്രോൾ, അവരെപ്പോഴും കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളുടെ ഇമോഷണൽ തോട്ട്സിനെ, നമ്മുടെ ആക്ടിവിറ്റീസിനെ എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട്. പെർഫെക്ഷൻ, ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആളുകൾക്ക് ഉണ്ടാവില്ല അത് പെർഫെക്റ്റ് ആയിരിക്കും, നന്നായില്ല തോന്നി അത് മാറ്റി വീണ്ടും ചെയ്യും. അങ്ങനെ പെർഫെക്റ്റ് ആയി എന്ന് മനസ്സിൽ തോന്നുന്നതിനനുസരിച്ച് അവർ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇൻവെന്റീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്ലെവർനെസ്, ക്രിയേറ്റീവ് തിങ്കിങ്, ആ ഒരു ബുദ്ധി, ആ ഒരു രീതിയിൽ പല കാര്യങ്ങളും മനസ്സിലാക്കാനും പുതിയ രീതിയിൽ കണ്ടുപിടിക്കാനും പുതിയ രീതിയിൽ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കാനും, അതാണ് ഇൻവെന്റീവ്നെസ് എന്ന് പറയുന്നത്. പിന്നെ ഇൻഡിപെൻഡൻസ്, തന്നെ ചെയ്യാനുള്ള ഒരു ആഗ്രഹം. പിന്നെ വർക്ക്, എപ്പോഴും ആക്ടിവിറ്റികളിൽ എൻഗേജ് ആയിട്ടിരിക്കുക എന്നുള്ളത്. ഓക്കെ, ഗ്രിഗേറിയസ്നെസ് എന്താണ്? ഗ്രൂപ്പായിട്ട് ചെയ്യുന്നത്. ഗ്രൂപ്പായിട്ട് ചെയ്യുന്നത്. ഡിസ്ലൈക്ക് ലോൺലിനെസ്, ഒറ്റയ്ക്കിരിക്കുന്നത് ഇഷ്ടപ്പെടാതിരിക്കുക, ഗ്രൂപ്പായിട്ടിരിക്കാൻ ഇഷ്ടാവും. അതായത് ഇപ്പൊ ആളുകളിൽ മെയിൻ ആയിട്ടുള്ള ഒരു ടെൻഡൻസി ആണല്ലോ, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ അവരൊരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യുന്നു, ഒരു ഗ്യാതറിംഗ് പ്ലാൻ ചെയ്യുന്നു, ഒരുമിച്ച് ഒരു പിക്നിക്കിന് പോകുന്നു. അതൊക്കെ എല്ലാം ഗ്രൂപ്പില് നമ്മളുടെ ഒരു വൈബിലുള്ള ഗ്രൂപ്പാന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഗ്രൂപ്പിന്റെ കൂടെ എപ്പോഴും ചെയ്യും. എല്ലാരും അങ്ങനെയെന്നല്ല, പക്ഷെ മോണ്ടിസോറിയുടെ ഒബ്സർവേഷനിൽ കണ്ടിരുന്ന ഒരു ടെൻഡൻസി അതാണ്. പിന്നെ ഈ പറയുന്നത് ഈ ടെൻഡൻസീസ് ഒറ്റയ്ക്കല്ല പലപ്പോഴും വരുന്നത്, ഒരു ക്ലസ്റ്റർ ആയിട്ട് കാണാം, ഗ്രൂപ്പായിട്ട് കാണാം. അതായത് ഒരു കാര്യം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ടെൻഡൻസിയിൽ പലതും വരാം. ഒരു കുട്ടിയുടെ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുക, വർക്ക് എന്നുള്ള ടെൻഡൻസി. ഓക്കെ, അത് കുട്ടി നേരത്തെ ചെയ്തതായിരിക്കാം, അവിടെ റിപ്പീറ്റേഷൻ എന്നുള്ള ടെൻഡൻസി വരും. ആ ആക്ടിവിറ്റി വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യും, വളരെ കോൺസെൻട്രേഷൻ. അപ്പൊ കോൺസെൻട്രേഷനോട് കൂടിയുള്ള വർക്കാണത് അവിടെ വന്നു. പിന്നെ കുട്ടി അത് ഗ്രൂപ്പായിട്ടാണ് ചെയ്യുന്നെങ്കിൽ അവിടെ ഗ്രിഗേറിയസ്നെസ് വന്നു. അല്ല, കുട്ടി ഒറ്റയ്ക്കാണ് ചെയ്യുന്നെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയി. ക്യൂരിയോസിറ്റി, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് കുട്ടി നോക്കുന്നു. ഇത് പിന്നെ പെർഫെക്ഷൻ, ആ ചെയ്തത് ശരിയായില്ലെങ്കിൽ വീണ്ടും അത് ആദ്യം തുടങ്ങി ചെയ്യും. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഹ്യൂമൻ ടെൻഡൻസീസ് ഒറ്റയ്ക്കല്ല, പലപ്പോഴും ക്ലസ്റ്റർ ആയിട്ടാണ് വരുന്നത്. അതായിരുന്നു നെക്സ്റ്റ് പാരന്റ്. ഞാൻ അതൊക്കെ ഇരുന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് കുറെ നേരം. അപ്പൊ ഈ 14 യൂണിവേഴ്സൽ ടെൻഡൻസീസ് ഉണ്ട്. പിന്നെ മറിയ മോണ്ടിസോറിയുടെ മോനുണ്ട്, മറിയോ മോണ്ടിസോറി. അദ്ദേഹം മോണ്ടിസോറിയുടെ ഒബ്സർവേഷനിൽ നിന്നും അബ്സ്ട്രാക്ട് ചെയ്തെടുത്തത് 9 ടെൻഡൻസീസ് ആയിരുന്നു. മോണ്ടിസോറി അത് സ്പെസിഫിക് ആയിട്ട് 14 ടെൻഡൻസീസ് ആയിട്ട് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്കിനി ഓരോ ടെൻഡൻസീസും എന്താണെന്ന് നോക്കാം. അതിൽ ചില ടെൻഡൻസീസ് എല്ലാം ഒരുമിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ലൈക്ക് എക്സ്പ്ലോറേഷൻ ആൻഡ് വർക്ക്, രണ്ടും കൂടെ ചേർത്തിട്ട്. എക്സ്പ്ലോറേഷൻ ഞാൻ വായിപ്പിക്കാം, അതിന് ജസ്റ്റ് എന്ന് പറയാം. നമുക്കറിയാം നമ്മളുടെ ഏർത്ത് എന്ന് പറയുന്നത് ഭയങ്കര വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിറയെ ഉള്ളതാണ്. വണ്ടർഫുൾ സൗണ്ട്സ്, രാവിലെ ഒന്ന് എണീറ്റ് ചെവി ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള കിളികളുടെ ശബ്ദം കേൾക്കാം. ചിലപ്പോ കാറ്റ്, നമുക്കറിയാം ചില മരങ്ങൾ കാറ്റടിക്കുമ്പോൾ ഒരു പ്രത്യേക ശബ്ദം വരും, ആലിനൊരു പ്രത്യേക ശബ്ദമായിരിക്കും, മുളകൾക്കൊരു പ്രത്യേക ശബ്ദമായിരിക്കും. അങ്ങനെ നമുക്ക് ചുറ്റും നോക്കുവാണെങ്കിൽ വണ്ടർഫുൾ സൗണ്ട്സ് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. അതുപോലെ സെൻസ്, മണങ്ങൾ, പല സ്മെൽസ് വരും. ചില പൂവുകളുടെ മണം, ചില ഇലകളുടെ മണം, ചില മാവിന്റെ തളിരില വരുമ്പോൾ അവനൊരു പ്രത്യേക മണം വരും. അങ്ങനെ നോക്കും. പിന്നെ ഈ ചില പുല്ലുകൾക്ക് ഒരു പ്രത്യേക മണം വരും. ഈ നെല്ലിനൊക്കെ ഒരു നെല്ലിന്റെ കതിര് വരുമ്പോൾ ഒരു പ്രത്യേക മണം വരും. അത് പാകാവുമ്പോൾ ഒരു പ്രത്യേക മണം വരും. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതിയിൽ, നമ്മുടെ ഏർത്തില് പല രീതിയിലുള്ള സ്മെൽസ് വരും. പിന്നെ പല രീതിയിലുള്ള ടെക്സ്റ്റേഴ്സ്, ഈവൻ മണ്ണിന്റെ തന്നെ ടെക്സ്റ്റേഴ്സ് ഡിഫറെന്റ് ആണ്. പിന്നെ പല ടേസ്റ്റുകൾ നമുക്ക് ഏർത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. പിന്നെ കളേഴ്സ്, ഈവൻ ലീഫുകൾക്ക് തന്നെ ഡിഫറെന്റ് കളറാണ്. ഡിഫറെന്റ് കളറിലുള്ള പൂക്കളുണ്ട്, ഡിഫറെന്റ് കളറിലുള്ള ബട്ടർഫ്ലൈസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ, ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്താൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ കുട്ടികൾ എന്ന് പറഞ്ഞവർ ഭയങ്കര ക്യൂരിയസ് ആണ്. അവർക്ക് ഇതൊക്കെ കാണാനും ഇതൊക്കെ ഉപയോഗിക്കാനും ഭയങ്കര ഒരു ഇഷ്ടമായിരിക്കും അവർക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോ കുട്ടികൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഓർഗൻസ് ഏതായിരിക്കും? ഈ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ എത്രയും കാലം പഠിപ്പിച്ചതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കുമല്ലോ.
സെൻസ് ഓർഗൻസ്. യെസ്, സെൻസറി ഓർഗൻസ് അല്ലെ. അവർ ടച്ച് ചെയ്ത് നോക്കും, മണത്ത് നോക്കും, ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അവർ ടേസ്റ്റ് ചെയ്ത് നോക്കും അല്ലെ, തൊട്ട് നോക്കും. അങ്ങനെ അവരുടെ സെൻസറി എക്സ്പ്ലോറേഷൻ എന്നുള്ള ടെൻഡൻസി എന്ന് പറഞ്ഞാൽ അവിടെ അവരുടെ സെൻസറി ഓർഗൻസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുവാണ്. പിന്നെ ഓർഡർ നമ്മൾ പറഞ്ഞു. ഓർഡർ എപ്പോഴും പല കുട്ടികളിലും യൂണീക്ക് ഡിഫറെന്റ് രീതിയിലായിരിക്കും അവർ ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു ഓർഡർ വരുന്നത്. പിന്നെ ഈ ഓർഡർ തന്നെ മോണ്ടിസോറിയിലെ ഓർഡർ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇന്റേണലും എക്സ്റ്റേണൽ ഓർഡറും. അതായത് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു കുട്ടിയെ ഒരു സ്കൂളിൽ ചേർത്തിരിക്കുന്നു. അപ്പൊ ആ കുട്ടിക്ക് അതിപ്പോ മോണ്ടിസോറി സ്കൂളും ആയിക്കോട്ടെ അല്ലാത്തൊരു സ്കൂളും ആയിക്കോട്ടെ, സ്കൂളിൽ ചെല്ലുമ്പോൾ കുട്ടി ഏറ്റവും ഇഷ്ടപ്പെടുന്ന കളർ ഉള്ള വോളാണെന്ന് വിചാരിക്കുക. കളറുള്ള വോളാണ്, അല്ലെങ്കിൽ കളറുള്ള ഡെസ്കും ബെഞ്ചും. ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് പിങ്ക് കളറിലും നല്ല നല്ല ഷെയ്ഡ്സിലുള്ള ഡെസ്കും ബെഞ്ചും ഒക്കെ ആയിരിക്കും. കുട്ടി ഭയങ്കര ഒരു ടെൻസ്ഡ് ആയിട്ട് ആദ്യമായിട്ടൊക്കെ ക്ലാസ് റൂമിലേക്ക് ചെല്ലുമ്പോൾ അതിന് മനസ്സിന് പിടിച്ചൊരു കളർ കാണുമ്പോഴേക്കും ഭയങ്കര ഹാപ്പി ആവും അല്ലെ. അത് ആ എൻവയോൺമെന്റ്, ക്ലാസ് റൂം എന്നുള്ള എൻവയോൺമെന്റുമായിട്ട് അത് പെട്ടെന്ന് അഡ്ജസ്റ്റഡ് ആവും. അപ്പൊ അവിടെ വന്ന ഓർഡർ എന്ന് പറഞ്ഞ എക്സ്റ്റേണൽ ഓർഡർ ആ ക്ലാസ് റൂമാണ്. കുട്ടി ഭയങ്കര ഹാപ്പി ആയി. അതാണ് അതിന്റെ തോട്ട്സ്, കുട്ടിയുടെ തിങ്കിങ് എല്ലാം നല്ല പോസിറ്റീവായി. അത് ഇന്റേണൽ ആയിട്ടുള്ള ഓർഡറാണ്. ഇതാണ് മോണ്ടിസോറി പറഞ്ഞ ഓർഡർ. ക്ലിയർ ആയോ? ഇവിടെ കുട്ടിയെ സ്വാധീനിച്ചത് ആ ക്ലാസ് റൂമാണ്. അത് എക്സ്റ്റേണൽ ഓർഡറാ. ആ എക്സ്റ്റേണൽ ഓർഡർ കാരണം കുട്ടിയുടെ തോട്ട്സ് നല്ലൊരു ഹാർമണി, സന്തോഷമായി. അതാണ് ഇന്റേണൽ ഓർഡർ വരുന്നത്. അതേസമയം കുട്ടിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിലുള്ളൊരു സിറ്റിംഗ് അറേഞ്ച്മെന്റോ ക്ലാസ് റൂമോ അങ്ങനെയൊക്കെ ആണെങ്കിൽ കുട്ടിക്ക് ആകെ ഒരു തോട്ട്സ് ഒക്കെ ഭയങ്കര ലോ ആയി. അപ്പൊ അതാണ് ഇന്റേണൽ ഓർഡർ ആൻഡ് എക്സ്റ്റേണൽ ഓർഡർ. അത് എക്സ്റ്റേണൽ ഓർഡർ ഇന്റേണൽ ഓർഡറിനെ കണക്ട് ചെയ്തു, റിഫ്ലക്ട് ചെയ്ത് വരുവാണ്. ഓക്കെ, അതാണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് ക്ലാസ് റൂം, ഈ എക്സാമ്പിളിൽ നമ്മുടെ ക്ലാസ് റൂം ആണ് ഒരു ഓർഡർലി ക്ലാസ് റൂം. മോണ്ടിസോറി എൻവയോൺമെന്റ് ആകുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടാവും, അവർക്ക് ഇരുന്ന് കളിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് അവിടെയുണ്ട്. ഒരു ഓർഡർലി ക്ലാസ് റൂം അത് കുട്ടിയെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു. കുട്ടിയുടെ തോട്ട്സ് നല്ല ഓർഡറിലാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട, നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നു വിചാരിക്കാം. അപ്പൊ അവിടെ അത് നമുക്ക് കിട്ടുന്ന സിനിമ കാണുമ്പോൾ പിക്ചർ മാത്രമല്ല ഓഡിയോയും ഇമ്പോർട്ടന്റ് തന്നെയാണ് അല്ലെ. വിഷൻ മാത്രമല്ല ഓഡിയോ ഇമ്പോർട്ടന്റ്. ചില തിയേറ്ററുകളിലെ ഈ വല്ലാത്ത എക്കോ വരും, സൗണ്ട് ശരിക്കും ചിലപ്പോൾ നമുക്ക് ഡയലോഗ്സ് ക്ലിയർ അല്ലാതെ വരും. അപ്പൊ നമുക്കതൊരു സുഖാവില്ല. നല്ല മൂവി ആയിരുന്നു, പക്ഷെ എന്തോ സൗണ്ട് ക്ലിയർ ആവാത്ത കാരണം അത്ര സുഖമായില്ല എന്ന് നമ്മൾ പറയില്ല. അവിടെ നമ്മുടെ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തിയേറ്റർ ആയിരുന്നു, നമ്മുടെ തോട്ട്സ് ആയിരുന്നു അവിടെ ഇന്റേണൽ ഓർഡർ എന്ന് പറയുന്നത്. നമ്മുടെ തോട്ട്സ് അവിടെ ഓർഡർ ആയില്ല. എന്തുകൊണ്ട്? ആ തിയേറ്ററിലെ സൗണ്ട് ഒരു സുഖം ഉണ്ടായില്ല. അപ്പൊ അതാണ് നമ്മുടെ തോട്ട്സ് ഓർഡർ ആവാതെ പോയി. നമ്മുടെ ഇന്റേണൽ അത് ഓർഡർ ആകാതെ പോയി. അതാണ് ടു കൈൻഡ്സ് ഓഫ് ഓർഡർ ആണ്, എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ. നമ്മളുടെ തോട്ട്സിനെ അഫക്റ്റ് ചെയ്യുന്നതാണ് എക്സ്റ്റേണൽ ഓർഡർ. ആ എക്സ്റ്റേണൽ ഓർഡർ കാരണം നമ്മുടെ തോട്ട്സ് ഓർഡറിലാകുന്നതാണ് ഇന്റേണൽ ഓർഡർ. ക്ലിയർ ആയിരുന്നു. ഫസ്റ്റ് ടെൻഡൻസി നമ്മൾ പറയാൻ പോകുന്നത് എക്സ്പ്ലോറേഷൻ ആൻഡ് ഓർഡർ ആണ്. അതിനെപ്പറ്റി ഒരു ഐഡിയ ഞാൻ തന്നു, പിന്നെ അത് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ആരെങ്കിലും ഒരാള് അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വായിക്കാം. ഞാൻ എടുത്തു തരാം ആ പേജ്. എക്സ്പ്ലോറേഷൻ ആൻഡ് ഓർഡർ വായിച്ചോളൂ. താഴെ ആവുമ്പോഴേക്കും ഞാനത് മാറ്റിത്തരാം. ഓക്കെ, ആരാ റെഡി ആയിട്ടുള്ളത്? കാണാൻ പറ്റുന്നില്ല? ഓക്കെ. Montessori regarded exploration as elemental behavior in early man. Early men had to explore for their primary needs, food, shelter. Children begin to explore the environment from the first moment after birth. Even they occur helplessly. Motionless infants are exploring in their cribs. It is an invisible exploration of hearing, looking, etc. The child's goal of exploration is twofold: to finish his own body through the improvement of the brain, to get accustomed to the group in which he is born. As the first humans explored further from their point of origin, they had to have some means of returning to move about. We must have the tendency to put ourselves in relation to our environment.
Human tendency to explore puts him in contact with his environment. It entails seeking exotic stimuli and searching for new and unknown perspectives. Order helps human beings to orient us to the world. The aspect of culture most evidently associated with these tendencies is natural history. Practitioners of natural history explore the world around. The moment the child receives an impression, he needs to make a mental order of his environment. This personal classification of impression is limited if it does bit coincide with the relationship that culture accepts. To help children understand the stimuli he receives in the environment, Montessori devised sensorial materials. Sensorial assistance the child in establishing a comparative relationship in size, weight, length, volume, etc. Enhancement of the children's natural tendencies and direction in the Montessori environment enables them to feel great confidence there. എക്സ്പ്ലോറേഷൻ ആൻഡ് ഓർഡർ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ആദ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എക്സ്പ്ലോറേഷന്റെ കാര്യം, ഓർഡർ, ക്ലാസ് റൂം വെച്ചിട്ട് നമ്മൾ ഓർഡർ പറഞ്ഞു. മോണ്ടിസോറി പറയുന്നത് എക്സ്പ്ലോറേഷൻ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ്. പണ്ട് തുടങ്ങിയ ആളുകൾക്ക് എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് പോകണം. പണ്ടത്തെ ആദ്യകാലങ്ങളിലെ ആളുകൾ അവരിങ്ങനെ ഗ്രൂപ്പായിട്ട് അവർ നായാട്ട് നടത്തി അങ്ങനെയൊക്കെയാണ് അവർ ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നേരോ. അവരെപ്പോഴും പുതിയ പുതിയ സ്ഥലങ്ങൾ അന്വേഷിച്ച് പോകും. അന്ന് ഫുഡായിരുന്നു അവരുടെ മെയിൻ ആവശ്യം. ഫുഡ് അന്വേഷിച്ച് അവർ പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് പോകും. എക്സ്പ്ലോറേഷൻ പണ്ട് തുടങ്ങിയ ഏർലി മാൻ തുടങ്ങിയിട്ട് എക്സ്പ്ലോറേഷൻ ഒരു എലമെന്റൽ, ഒരു പ്രധാനപ്പെട്ട ഒരു ബിഹേവിയർ ആയിട്ട് തന്നെയാണ് കാണുന്നത്. അന്ന് പ്രൈമറി നീഡ്സിന് വേണ്ടിയായിരുന്നു അവരുടെ എക്സ്പ്ലോറേഷൻ. അവർക്ക് ഫുഡ് വേണമായിരുന്നു, പിന്നെ അവര് ഡ്രസ്സിന് വേണ്ടിയിട്ട് മരത്തൊലികളല്ലേ, പയനും പിന്നെ മൃഗങ്ങളുടെ സ്കിന്നും അങ്ങനെയൊക്കെ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡ്, ഷെൽട്ടർ, പിന്നെ താമസിക്കാനായിട്ട് കേവ് ഒക്കെ നോക്കിപ്പോയി. മൃഗങ്ങൾ ആക്രമിക്കാത്ത രീതിയിലുള്ള കേവ്സ് എവിടെയാണുള്ളത് അങ്ങനെ ഷെൽട്ടർ ഒക്കെ നോക്കിപ്പോയി. നമ്മൾ അത് തന്നെ ആ ഒരു ടെൻഡൻസി തന്നെ ചിൽഡ്രനിലും കണ്ടിട്ടാണ്. അവർ എപ്പോഴും എൻജോയ്മെന്റ്, അവർക്ക് പുറത്തേക്ക് പോകുമ്പോൾ നമുക്കറിയാം നമ്മുടെ കൊച്ചു കുട്ടികൾ അവരൊരു ഏജിങ് ആയി കഴിയുമ്പോഴേക്കും അവരെ കൊണ്ട് യാത്രയൊക്കെ പോകുമ്പോൾ പറയില്ലേ, ഓ യാത്രയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയില്ലേ. ശരിക്കും അവരെപ്പോഴും കാണുന്നത് അവരുള്ള വീടും ആ റൂമും അവരുടെ ബെഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവരെന്ന് കാണുന്നത്. പുതിയ പുതിയ കാര്യങ്ങൾ കാണുമ്പോൾ അവർക്ക് ക്യൂരിയസ് ആവുന്നു, അവരത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നു. അപ്പം സാധാരണ ചെറിയ ബേബീസ്, ഇൻഫൻസ്, മോഷൻലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ എണീറ്റ് നടക്കലും അങ്ങനൊന്നും ആകാത്ത ആ രീതിയിലുള്ള ബേബീസ് ഉണ്ടാവൂല. അവർക്ക് അപ്പോഴും ക്രിബ് എന്ന് പറഞ്ഞാൽ ബേബി ബെഡ്, അതിനപ്പുറത്തേക്കുള്ള ലോകം അവർ മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ അവര് പുതിയ പുതിയ കാഴ്ചകൾ അവർ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. പലതും കേൾക്കും, നമ്മുടെ സെൻസറി ഓർഗൻസ് എല്ലാം കാണും, എല്ലാം വർക്ക് ചെയ്യും. ചിലത് കാണുമ്പോൾ അവർക്ക് അത് തൊട്ട് നോക്കാൻ തോന്നും. കുട്ടികൾ ചില സാധനങ്ങളുടെ അടുത്ത് വായിലേക്ക് ഇടുന്ന കാണില്ലേ, അവരത് ടേസ്റ്റ് ചെയ്യാനായിട്ട് നോക്കും. അവർക്ക് കഴിക്കുന്ന സാധനമായിരിക്കും ടേസ്റ്റ് ചെയ്യാനായിട്ട്. നമ്മളും ടെൻഡൻസി എന്താ, പൂക്കൾ കാണുമ്പോൾ ഒന്ന് മണത്ത് നോക്കാൻ തോന്നും. അല്ലെങ്കിൽ നമ്മള് ഷോപ്പിലൊക്കെ പോകുമ്പോൾ ചില നല്ല ഷൈനിങ് ആയിട്ടുള്ള തുണികൾ കാണുമ്പോൾ നമ്മൾ തൊട്ട് നോക്കും, അതിന്റെ എത്രത്തോളം സോഫ്റ്റ്നെസ് ഉണ്ടെന്നുള്ള രീതി. അങ്ങനെ എപ്പോഴും നമ്മുടെ സെൻസറി ഓർഗൻസ് ആണ് നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് പോകുമ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ അവരുടെ ബ്രെയിനിന്റെ ഇംപ്രൂവ്മെന്റ്, ഡെവലപ്മെന്റ് നല്ല രീതിയിൽ അവരുടെ ബോഡിയിൽ കൂടെ തന്നെ ഈ സെൻസറി ഓർഗൻസ് അവരുടെ ബോഡിയിലുള്ള പാർട്ടാണല്ലോ, അത് വർക്ക് ചെയ്യാൻ തുടങ്ങും. അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ ഹ്യൂമൺ എന്നുള്ള ഗ്രൂപ്പില് അതുമായിട്ട് അവൻ യൂസ്ഡ് ആവുക. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത് കൂടുതലായിട്ട് കുട്ടിക്ക് മനസ്സിലാവുക. ചെറിയ കുട്ടികൾക്ക് ചിലപ്പോൾ അറിയില്ല എന്തെടുത്ത് വായിടണം, എന്തെടുത്ത് ഇടണ്ടെന്നുള്ളത്. കട്ടയൊക്കെ കൈകൊണ്ട് പിടിക്കാറുണ്ട് പിള്ളേര്. കുറച്ച് കഴിയുമ്പോൾ ആരെങ്കിലും തടുക്കും, അത് പാടില്ല എന്ന് പറയുമ്പോൾ അത് കുട്ടിയുടെ ബ്രെയിനിൽ അത് ഫീഡാവും. ഓ ഞാനത് ചെയ്യാൻ പാടില്ല, അത് എന്തോ മോശം സാധനമാണ്. അപ്പൊ പിന്നെ അതങ്ങ് ബ്രെയിനിൽ ഫീഡ്. അപ്പൊ ആ ഒരു ഗ്രൂപ്പ്, ഹ്യൂമൺ എന്നുള്ള ഗ്രൂപ്പുമായിട്ട് അതങ്ങ് യൂസ്ഡ് ആവുക. ആ കുട്ടി ജനിച്ച ആ ഒരു ഗ്രൂപ്പുമായിട്ട് അതങ്ങ് യൂസ്ഡ് ആവും. പിന്നെ ഏതെങ്കിലും സാധനങ്ങൾ കഴിക്കുമ്പോൾ അത് പാടില്ല. ഏതൊരു വീഡിയോ കണ്ടു, ഈ ലെമണിന്റെ ചെറിയ പീസ് ചെറിയ ബേബീസിന് കൊടുക്കുമ്പോൾ അവരുടെ എക്സ്പ്രഷൻ, അവർ ആദ്യമായിട്ട് അത് ടേസ്റ്റ് ചെയ്യുമ്പോൾ പുളിയല്ലേ,
അതിന്റെ എക്സ്പ്രഷൻ കാണിക്കുന്നു. സെക്കൻഡ് ടൈം അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ രണ്ടാമത് അത് കൊടുത്ത് അവരൊരു പക്ഷെ ടേസ്റ്റ് ചെയ്യുക. അപ്പൊ അവരങ്ങ് യൂസ്ഡ് ആവുക, അവരുടെ ആ ഒരു ഗ്രൂപ്പില്, ആ ഹ്യൂമൻ എന്നുള്ള ഗ്രൂപ്പിൽ അവരൊന്ന് യൂസ്ഡ് ആവും. നമ്മൾ ആദിമ മനുഷ്യന്റെ കാര്യമൊക്കെ ആയിരുന്നു പറഞ്ഞ പ്രൈമറി നീഡ്സിന് വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്ത് അവർ പോയിരുന്നു. അപ്പൊ കൂടുതലും അവർ എൻവയോൺമെന്റുമായിട്ട് കോണ്ടാക്ട് ആവുക. അപ്പൊ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത് ഹ്യൂമൻ ടെൻഡൻസിയാണ്, ആദ്യകാലം തുടങ്ങിയ ഉണ്ടെന്നുള്ളതാണ് വരുന്നത്. അപ്പൊ അതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് എക്സ്പ്ലോറേഷൻ മനസ്സിലായല്ലോ. മോണ്ടിസോറി അതിൽ നിന്ന് മനസ്സിലാക്കിയത് സെൻസോറിയൽ മെറ്റീരിയൽസ് വേണം. അങ്ങനെയാണ് മോണ്ടിസോറി ക്ലാസ് റൂമുകളിൽ വേണ്ടുന്ന മെറ്റീരിയൽസ് എന്ത് വേണം. ഈ എക്സ്പ്ലോറേഷൻ എന്നുള്ള ടെൻഡൻസി കുട്ടികളിൽ കണ്ടപ്പോൾ വർഷങ്ങളോളം ഇവര് ഒബ്സർവ് ചെയ്തിട്ടാണ് അവർ അങ്ങനെ ഒരു മോണ്ടിസോറി എൻവയോൺമെന്റ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ സെൻസോറിയൽ മെറ്റീരിയൽസിന് ഇമ്പോർട്ടൻസ് അവർ മനസ്സിലായി. കുട്ടികളെ എന്ത് പഠിപ്പിക്കാനും, ലാംഗ്വേജ് ആണെങ്കിലും മാത്തമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാനാണെങ്കിലും കുട്ടിക്ക് സെൻസോറിയൽ മെറ്റീരിയൽസ് ആണെങ്കിൽ കുട്ടി പെട്ടെന്ന് തന്നെ അത് പഠിച്ച് എടുക്കുന്ന മോണ്ടിസോറിക്ക് മനസ്സിലായി. പിന്നെ ഈ സെൻസോറിയൽ മെറ്റീരിയൽസ് പലപ്പോഴും അതിന്റെ സൈസ്, വെയിറ്റ്, ലെങ്ത്, അതിന്റെ ഒരു കപ്പാസിറ്റി, വോളിയം എല്ലാം ആ ഒരു രീതിയിലാണ് ഡിസൈൻ ചെയ്ത് പോകും. കാരണം കുട്ടികൾക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന രീതിയിൽ വരണം, അവർക്ക് അസ്വസ്ഥത വരരുത് അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മോണ്ടിസോറിക്ക് ഫസ്റ്റ് ടെൻഡൻസി, ഈ രണ്ട് ടെൻഡൻസി എക്സ്പ്ലോറേഷൻ ആൻഡ് ഓർഡർ. ഓർഡർ എന്താന്ന് ഞാൻ പറഞ്ഞല്ലോ. അടുത്ത ടെൻഡൻസി രണ്ടെണ്ണം ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നത് ഗ്രിഗേറിയസ്നെസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ചെറിയൊരു പാരഗ്രാഫേ ഉള്ളൂ, അതൊന്ന് വായിക്കാൻ ആരെങ്കിലും റെഡി ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു. ഇനി മാം ആ ഓർഡർ ജസ്റ്റ് പറഞ്ഞു കട്ടായി പോയായിരുന്നു. ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും നമ്മളിപ്പോ എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യം പറഞ്ഞു അല്ലെ. നമ്മളുടെ ഒരു എൻവയോൺമെന്റ്, നമ്മൾ കുട്ടിയുടെ കാര്യം തന്നെ എടുക്കാം. ക്ലാസ് റൂമിലേക്ക് കുട്ടി ക്ലാസ് റൂമിൽ വരുമ്പോൾ ക്ലാസ് റൂമിന്റെ വാള് നമുക്കറിയാം. KG സെഷനിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും പിക്ചേഴ്സ് വരച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ കുട്ടികൾ ഇരിക്കുന്ന ഡെസ്കും ബെഞ്ചും. ഞാൻ മോൻ പഠിക്കുന്ന സ്കൂളിൽ ചെന്നപ്പോ KG സെഷനിൽ ലൈറ്റ് കുറഞ്ഞ ഡെസ്കും ബെഞ്ചും ആയിരിക്കുമല്ലോ, പിങ്ക് കളറിലൊക്കെ അങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നു. പിന്നെ അവർക്ക് കുറെ ടോയ്സ് സൈഡിലുണ്ട്. പിന്നെ വാളിൽ നല്ല കളറുള്ള, എന്താ പറയാ, നല്ലൊരു കണ്ണിന് നല്ലൊരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള നല്ലൊരു കളർ പെയിന്റ് അടിച്ചിരിക്കുന്നു. അതിൽ കുറെ കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെ വരച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ ചില സ്കൂളുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണാം വാളിലൊക്കെ ഇങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനെ വരച്ചിരിക്കുന്നത്. ബാലരമേല ക്യാരക്ടേഴ്സ്, കുട്ടൂസിന്റെ മായാവി, നാഗിനി അങ്ങനെ കാണാം, അല്ലെങ്കിൽ ഡോറയോ, അങ്ങനെ ഓരോ പല കുട്ടികൾക്ക് പെട്ടെന്ന് ഇതാവും. അപ്പൊ ഒരു കുട്ടി ആദ്യമായിട്ട് ആ ഒരു എൻവയോൺമെന്റിൽ ചെല്ലുക എന്ന് വിചാരിച്ചു. ഈ ഓർഡർ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഇന്റേണലും എക്സ്റ്റേണൽ ഓർഡറും. ഈ ആദ്യമായിട്ട് കുട്ടി ക്ലാസ് റൂമിലേക്ക് ചെല്ലുക. ക്ലാസ് റൂമിൽ ചെല്ലുമ്പോൾ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട കളറിലുള്ള ഡെസ്കും ബെഞ്ചും വിചാരിക്കുക. കുട്ടിക്ക് കളിക്കാൻ ഇഷ്ടമുള്ള സാധനങ്ങൾ അവിടെയൊക്കെ കാണുന്നു. അങ്ങനെ കാണുമ്പോഴേക്കും കുട്ടി ഭയങ്കര ഹാപ്പി ആവുക, മൈൻഡ് മുഴുവനും ഭയങ്കര ഹാപ്പിനെസ് വന്നങ്ങ് ഫില്ല് ചെയ്തു. അപ്പൊ ഇവിടെ എക്സ്റ്റേണൽ ഓർഡർ ആയിട്ട് നിൽക്കുന്നത് ക്ലാസ് റൂം എൻവയോൺമെന്റ് ആണ്. ഇന്റേണൽ ഓർഡറായി വന്നത് കുട്ടിയുടെ പോസിറ്റീവ് തോട്ട്സ് ആണ്. സിമിലർ ഞാനൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. നമ്മള് മൂവി കാണാൻ പോകുന്നു, തിയേറ്ററൊക്കെ നല്ലത്, AC ആണ്, ചൂട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതിന്റെ എന്തോ സൗണ്ട് ഭയങ്കരമായിട്ട് എക്കോ വരുന്നു, ക്ലിയർ ആവുന്നില്ല ചില ഡയലോഗ്സ് ഒക്കെ വരുമ്പോൾ. മൂവി നല്ലതായിരുന്നു, വിഷ്വൽ നല്ലതായിരുന്നു, തിയേറ്ററിലെ കംഫർട്ടബിൾ സീറ്റ് ആയിരുന്നു, തണുപ്പൊക്കെ കറക്റ്റ് ആയിരുന്നു. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സൗണ്ടിന് എന്തോ പ്രോബ്ലം, അവിടുത്തെ ആ ഒരു ഓഡിയോ സെറ്റിങ്ങിൽ എന്തോ പ്രശ്നം. അപ്പൊ നമ്മൾ അങ്ങ് സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. നമ്മളുടെ ഉള്ളിലെ തോട്ട്സ് എന്താ, ഒരു നിരാശ പോലെ. നല്ല മൂവി എന്ന് വിചാരിച്ച് കാണാൻ പോയി, പക്ഷെ നമുക്കത് അവിടെ നമ്മുടെ എക്സ്റ്റേണൽ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തിയേറ്റർ എൻവയോൺമെന്റ് ആയിരുന്നു. നമ്മുടെ ഇന്റേണൽ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തോട്ട്സ്. ഓക്കെ, അതുപോലെ അത് തന്നെയാണ് പറയുന്നത്. ആളുകൾ എപ്പോഴും പ്രിഫർ ചെയ്യും, പല കാര്യങ്ങളിലും ഒരു ഓർഡർ പ്രിഫർ ചെയ്യും. ഞാൻ മൂവിക്ക് പോവാണ്, ഓക്കെ മൂവി എനിക്ക് നല്ല കറക്റ്റ് സ്ഥലത്ത് തന്നെ എന്റെ വിഷൻ കറക്റ്റ് ആവുന്ന രീതിയിലുള്ള ഒരു സീറ്റ് കിട്ടണം, കംഫർട്ടബിൾ ആയിരിക്കണം. ഇടയിലുള്ള സീറ്റ് എനിക്ക് വേണ്ട, എനിക്ക് സൈഡ് സീറ്റ് മതി. നമ്മളിപ്പോ എവിടെയെങ്കിലും പോകുമ്പോൾ ബസ്സിൽ കയറുമ്പോൾ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയാൽ മതിയായിരുന്നു, ആ സൈഡിൽ വെയിലുണ്ടാവരുത്. അപ്പൊ നമുക്കൊരു ഓർഡർ ആണ്, നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ഓർഡർ അതാണ് അല്ലെ. വിൻഡോ സീറ്റ് കിട്ടണം, വെയിലുണ്ടാവരുത്. പിന്നെ പ്രൈവറ്റ് ബസ് ആണെങ്കിൽ അവരതിന്റെ പാട്ടിടുവായിരുന്നെങ്കിൽ നന്നായിരുന്നു. അങ്ങനെയൊക്കെ തിരക്കുണ്ടാവരുത്, എല്ലാരും ഒന്ന് ഇരുന്നാൽ മതിയായിരുന്നു, ആരും നിൽക്കരുത്, അങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പോൾ ആഗ്രഹിക്കില്ലേ. അപ്പൊ അതാണ് ഓർഡർ എന്ന് പറയുന്നത്. ആളുകൾ
എപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോൾ അവർക്ക് കാൽക്കുലേഷൻ മനസ്സിൽ വന്നു. അവിടെ ആ ഓർഡറിന്റെ കൂടെ ഒരു ടെൻഡൻസി കൂടെ വന്നു, കാൽക്കുലേഷൻ മനസ്സിലുണ്ട്. ഞാൻ ഇത് ചെയ്യാൻ പോകുമ്പോ എങ്ങനെയൊക്കെ ആവണം, പരീക്ഷയ്ക്ക് കുട്ടികൾ പോകുമ്പോൾ ഞാൻ പഠിച്ച ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കണേ, അങ്ങനെ പറഞ്ഞു പോകുമ്പേ അത് തന്നെയാണ് ഓർഡർ എന്ന് പറയുന്നത്. പക്ഷെ മാം ഇങ്ങനെ ഓർഡർ ശീലിച്ചവർക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഒരു ബാരിയർ വന്നു കഴിഞ്ഞാൽ മേ ബി വിചാരിച്ച കാര്യം നടന്നില്ല. അങ്ങനെ എന്റെ ഫാമിലിയിൽ ഒരാളുണ്ട്, എല്ലാം പ്ലാൻ ചെയ്ത് വെക്കും, അതേ ഓർഡറിൽ നടക്കണം. എന്തെങ്കിലും ഇടയ്ക്ക് വന്ന് ഡിസ്റ്റർബൻസ് എന്തെങ്കിലും പറ്റിയില്ല, ആ സമയത്ത് ഇത് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോ ആ ഒരു ബിഹേവിയർ ഉണ്ടെങ്കിൽ അത് എല്ലാവരെയും ബാധിക്കില്ലേ, എഫക്റ്റ് ആവണതല്ലേ? അതെ അതെ, അവിടെയാണ് നമ്മൾ പറഞ്ഞത് നമുക്ക് ഇമോഷണൽ കൺട്രോൾ അത് നമുക്ക് വേണം. ഒരു സെൽഫ് കൺട്രോൾ ടെൻഡൻസി വരുന്നില്ലേ, അത് പലരിലും പല ലെവലിലായിരിക്കും. നമുക്ക് നമ്മുടെ ഇമോഷൻസ് അതങ്ങനെ പറ്റിപ്പോയി സാരമില്ല എന്ന് കരുതി ഇനി അതിങ്ങനെ എനിക്ക് ചെയ്യുവാണെങ്കിൽ അത് ശരിയാവും, നമ്മൾ പിന്നെ മാറി ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ പക്ഷെ അങ്ങനെ ഡൗൺ ആവും, അവരതിൽ നിന്ന് മേക്കപ്പ് ചെയ്ത് വരാൻ കുറേ ടൈം എടുക്കും. അത് വരും നമ്മുടെ സ്ട്രെസ് മാനേജ്മെന്റ്, നമ്മൾക്ക് നമ്മളുടെ ഇമോഷൻസിനെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആ ഒരു കേപ്പബിലിറ്റി വരണം. നമ്മൾ പഠിച്ച എന്താ, മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾക്ക് അത് കിട്ടുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്. പിന്നൊരു ബിഹേവിയർ ഞാൻ എന്റെ കുട്ടികളിൽ കണ്ടതാണ്. അത് ഐ തിങ്ക് എല്ലാ കുട്ടികളിലും ഉണ്ടാവും ഈ ഇമ്പൾസീവ് ബിഹേവിയർ ഉണ്ടല്ലോ. നമ്മളിപ്പോ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോ എനിക്കും ഉണ്ടാവാറുണ്ട്. ഇപ്പോ കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങാൻ പോകുമ്പോൾ അപ്പോ മേ ബി നമ്മളും കൂടി ഒരു ഡ്രസ്സ് എടുക്കും, ആവശ്യമില്ല എന്നാലും എടുക്കും. അതൊരു കൈൻഡ് ഓഫ് ടെൻഡൻസി ആണല്ലോ, അത് ഒരു നെഗറ്റീവ് കൈൻഡ് ഓഫ് ടെൻഡൻസി അല്ലേ? അതെ ശരിയാ. അത് കുട്ടികളൊക്കെ കൂടുതലാണ്. അവരെവിടെയെങ്കിലും കടയിൽ കൊണ്ടുപോയ സൂപ്പർ മാർക്കറ്റ് ഒക്കെ പോയാല് ആവശ്യമില്ലാതെ കുറെ കാൻഡീസും ചോക്ലേറ്റും, ഒരു കൺട്രോൾ സെൽഫ് കൺട്രോൾ ഇല്ല. ചില കുട്ടികൾ കണ്ടിട്ടില്ലേ, അവരിങ്ങനെ അവർ ചിലപ്പോ ഇപ്പൊ എന്റെ മോൻ അങ്ങനെയാ, അവനോട് എന്തെങ്കിലും അങ്ങോട്ട് വേണോന്ന് ചോദിച്ചാൽ ഈ കുട്ടി വേണ്ടാന്ന് പറയും. പക്ഷെ മോള് നേരെ തിരിച്ചായിരുന്നു, അവൾക്ക് ഇപ്പോഴും ആ ഒരു മെച്യൂരിറ്റി വരുന്നില്ല, അവൾക്ക് ഏറ്റവും ബെസ്റ്റ് എപ്പോഴും കിട്ടുന്നു. അങ്ങനെ ഇവന് ഏതെങ്കിലും ഒരു ചെറിയ കാര്യം നമ്മൾ വാങ്ങിച്ചത് സാറ്റിസ്ഫൈഡ് ആവുക അവിടെ. എന്തുകൊണ്ടാണോ, മണിയുടെ വാല്യൂ ചെറുപ്പത്തിലേ മനസ്സിലാക്കിയത് കൊണ്ടാണോ, അവൾക്കത് മനസ്സിലാവാത്തയാണോ, അങ്ങനെ അവൾക്ക് ഇത്തിരി പാമ്പറിങ് നമ്മുടെ ഫാമിലി സൈഡിൽ നിന്ന് കൂടുതൽ കിട്ടി. ഗ്രാൻഡ് പാരന്റ്സിന്റെ ഭയങ്കര പാമ്പറിങ് ആയിരുന്നു. ഇവൻ ജനിച്ച സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവള് സ്കൂളിലേക്കായി, അപ്പൊ നമ്മൾ കൂടുതൽ നാട്ടിലേക്ക് പോകുന്നത് കുറഞ്ഞു. സ്കൂളിങ് തുടങ്ങിയപ്പോൾ എന്റെ കൂടെ തന്നെ അങ്ങനെ നിന്ന് അങ്ങനെ പോയി. ഈ കുട്ടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ എന്ത് അങ്ങോട്ട് ചോദിച്ചാലും വേണ്ട, എനിക്കുണ്ടല്ലോ ഇത് മതി, ആ ഒരു ഇതാണ് കുറച്ചുകൂടെ വലുതായിരുന്നു. അങ്ങനെ പിന്നെ എന്തെങ്കിലും ഭയങ്കര എക്സ്പ്രസീവ് ആയിരിക്കും. അതാണ് അങ്ങനെ അത്. അപ്പൊ ഈ മറിയ മോണ്ടിസോറി പറയുന്നത് കുട്ടികളുടെ സെൽഫ് കൺട്രോൾ അങ്ങനെ ഒരു കാര്യം വരും. അപ്പൊ അവരതാണ് റിപ്പറ്റേറ്റീവ് ആയിട്ടൊരു വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവരിപ്പോ ബിൽഡിംഗ് ബ്ലോക്സോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് അങ്ങനെ മറിഞ്ഞ് താഴെ വീഴും. അവർ വീണ്ടും വീണ്ടും അത് ചെയ്യാൻ നോക്കും. ഇന്ന് നടന്നില്ലെങ്കിൽ നാളെ ഞാൻ വന്നിട്ട് ചെയ്യും, ആ രീതിയിലുള്ള സെൽഫ് കൺട്രോൾ കുട്ടികളിൽ വരും. അതാണ് മോണ്ടിസോറി എൻവയോൺമെന്റ് ഒരു വ്യത്യാസം വരുന്നത്. അവർക്ക് അവിടെ ദേഷ്യം വരുന്നില്ല, വാശി പിടിച്ച് അവർ കരയുന്നില്ല, എനിക്കത് പിന്നെ ചെയ്യാം, ആ ഒരു മെന്റാലിറ്റിയിലേക്ക് കുട്ടികൾ പോകുന്നാണ് മോണ്ടിസോറി പറയുന്നത്, മറിയ മോണ്ടിസോറി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം, കുഴപ്പമില്ലല്ലോ, കഴിഞ്ഞില്ലേ? ഗ്രിഗോറിയസ്നെസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അതാരാ വായിക്കുക? ചെറിയൊരു പാരഗ്രാഫാണ്. ഗ്രിഗോറിയസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ആയിട്ട് ഇരിക്കാൻ ഇഷ്ടപ്പെടുക. കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നമ്മൾ എന്താ, നമുക്ക് ഇപ്പൊ നമ്മൾ ക്ലാസ് റൂമിൽ നമ്മളെല്ലാരും പരസ്പരം കാര്യങ്ങൾ പറയണു, നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയുന്നു, തോട്ട്സ് പറയുന്നു, ഫീലിങ്സ് പറയണം. ഞാൻ ഒരു കാര്യം പറയുമ്പോൾ അത് മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിക്കും, മിസ് അതൊന്നുകൂടെ പറയണം, അല്ലെങ്കിൽ ഇങ്ങനെ ആയാലല്ലേ അത് കൂടുതൽ ശരിയാവുള്ളൂ, ഇതല്ലേ അതിന്റെ ശരിയായ ഒരു രീതി എന്നൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ ഇതിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലേ. നമ്മൾക്ക് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എവിടെ ചെന്നാലും കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ്. പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു പുതിയ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ വേറൊരാൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ലെങ്കിൽ നമ്മൾ അത് അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. ആ ഇൻഫർമേഷൻ നമ്മളങ്ങ് ഷെയർ ചെയ്യുന്നു പരസ്പരം. അപ്പൊ പല ടൈപ്പിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അത് റിട്ടേൺ ഉണ്ട്, സ്പോക്കൺ ഉണ്ട്. നമ്മൾ കണ്ടിട്ടില്ലേ, കുട്ടികൾ കുറച്ചൊന്ന് വലുതാവുമ്പോൾ അവരൊരു ടീനേജിലേക്കൊക്കെ കടക്കുമ്പോൾ അവർക്ക് എപ്പോഴും ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ ഭയങ്കര താല്പര്യമായിരിക്കും. പക്ഷെ ക്ലാസ് ടൈമിലൊന്നും നടക്കാത്തപ്പോൾ ഇവര് ചിറ്റ് പാസ് ചെയ്യും. എന്റെ ജനറേഷനിൽ തുടങ്ങി അത് കണ്ടിട്ടുണ്ട്, അതിന് മുമ്പും ഉണ്ടായിരിക്കും. തമ്മിൽ മെസ്സേജസ് അറിയാനായിട്ട് ചിറ്റ്സ് പാസ് ചെയ്യും. അപ്പൊ പിന്നെ
ഒളിച്ച് മൊബൈൽ കൊണ്ടുവന്ന് കോളേജ് പിള്ളേരൊക്കെ മൊബൈൽ കൊണ്ടുവന്നിട്ട് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കലായിരുന്നു. അപ്പൊ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ വേണം ഹ്യൂമണിന്. അത് അവരുടെ ഒരു ടെൻഡൻസി തന്നെയാണ്. അത് സ്പോക്കൺ വേർഡ് ആകാം, ടച്ച് ചെയ്തിട്ടുള്ളതാകാം, അല്ലെ, പിന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻ ആകാം, ജസ്റ്റേഴ്സ് ആയിരിക്കാം, പിന്നെ ആർട്ട്, മ്യൂസിക്, പടം വരച്ച് പാസ് ചെയ്യലുണ്ടാവാറില്ലേ നമ്മുടെ ക്ലാസ്സിൽ, പാട്ട് പാടി ചിലപ്പോൾ കാര്യങ്ങൾ പറയും, മ്യൂസിക്, ഡാൻസ്, ഇതെല്ലാം വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഒരു ലിങ്ക് ആണ്, ആളുകൾ തമ്മിൽ മനസ്സിലാക്കാനുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിനുള്ള ഒരു ലിങ്ക് ആണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് ഫേസ് ടു ഫേസ് ആകാം, അത് ഒരു ജനറേഷനിൽ നിന്നും അടുത്ത ജനറേഷനിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ പല രീതിയിൽ, നമ്മുടെ വീടുകളിലാണെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ്, പാരന്റ്സ്, കുട്ടികൾ വരെ, അപ്പൊ പല ജനറേഷൻ നമ്മളുടെ വീടുകളിൽ തന്നെ ഇവര് തമ്മിലും പല രീതിയിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ചിലപ്പോ മുത്തശ്ശിക്ക് വാട്സാപ്പ് യൂസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ കൊച്ചുമോനോ മോളോ ആയിരിക്കും അത് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അവിടെയൊക്കെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അതൊരു നമ്മുടെ തോട്ട്സ്, ഫീലിങ്സ്, ഇൻഫർമേഷൻസ് എല്ലാം പരസ്പരം പാസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഹ്യൂമന്റെ ഒരു ടെൻഡൻസി. പല രീതിയിലും അവർ യൂസ് ചെയ്യും. നേരിട്ട് സംസാരിച്ച് പറയും, എഴുതി കൊടുക്കും, ടച്ച് ചെയ്ത് കൊടുക്കും, ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെ കാണിക്കും, ജസ്റ്റേഴ്സ് ആംഗ്യങ്ങളിലൂടെ കാണിക്കും, പല ആർട്ട് ഫോമിലൂടെ കാണിക്കാം, മ്യൂസിക്, ഡ്രോയിങ്, ഡാൻസ്. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഒരു ലിങ്ക് തന്നെയാണ്. അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ പീപ്പിൾ, ആളുകൾക്ക് പരസ്പരം മനസ്സിലാക്കാനുള്ള അണ്ടർസ്റ്റാൻഡിങ്. ചില ഭയങ്കര മെയ്ഡ് ഫോർ ഈച്ച് അതർ ഹാപ്പി കപ്പിൾസിനെ പറ്റി പറയല്ലേ, മക്കൾ വരെ പറയും, എന്താ പറയാ, അച്ഛനൊരു കാര്യം എന്തെങ്കിലും മുഖത്ത് ആ ഒരു ഭാവം വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അറിയാം എന്താ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ആ ഒരു ജസ്റ്റർ അല്ലെങ്കിൽ എക്സ്പ്രഷൻ, ചിരി എന്നൊക്കെ അവര് മനസ്സിലാക്കും. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് ബിറ്റ്വീൻ പീപ്പിൾ. പിന്നെ നമ്മൾ ഗ്രിഗോറിയസ്നെസ് ആയിരുന്നു പറഞ്ഞത്. ഇപ്പോഴും ആളുകൾ ഗ്രൂപ്പ് ആവാൻ ഇഷ്ടപ്പെടുന്നു. ഇപ്പൊ നമ്മൾ പറയാം കൂടുതൽ സോഷ്യലൈസ് ചെയ്യുക. പലപ്പോഴും ഗ്രൂപ്പുകൾ, സ്കൂൾ ഗ്രൂപ്പ്, കോളേജ് ഗ്രൂപ്പ്, ഓഫീസിലെ ഗ്രൂപ്പ്, പിന്നെ കുട്ടികൾ ഒരേ സ്കൂളിലാണെങ്കിൽ പാരന്റ്സ് മാത്രമായിട്ടൊരു ഗ്രൂപ്പ്, അങ്ങനെ ഒരു ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ ഫ്ലാറ്റിലെ ലേഡീസിന്റെ ഒരു ഗ്രൂപ്പ്, എപ്പോഴും ഗ്രൂപ്പിലാകാനും അങ്ങനെ ഇരിക്കാൻ ആയിട്ട് ആളുകൾ ഇഷ്ടപ്പെടും. ലോൺലിനെസ് ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ചിലൊരു മൂഡിൽ നമുക്ക് തോന്നുന്നു ചില നേരം ഒറ്റയ്ക്ക് ഇരിക്കാം. പക്ഷെ എന്നാലും നമ്മൾ ഗ്രൂപ്പിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. നമ്മൾ ആരും പാർട്ടി സ്പോയിലർ ആകാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ലായിരിക്കും. നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒരു ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്രൂപ്പിലേക്ക് അങ്ങ് മേർജ് ആവും, നമ്മൾ അതിനകത്ത് കൂടുതൽ ഇൻവോൾവ് ആവും, അല്ലെ. അതാണ് നെക്സ്റ്റ് 2 ടെൻഡൻസീസ് ആളുകളുടെ പറയുന്നത്. ഒരു മാരേജിന് പോകുമ്പോൾ നമുക്ക് പലപ്പോഴും റിലേറ്റീവ്സിനെ കാണുന്നു, ഫ്രണ്ട്സിനെ കാണുന്നു, നാട്ടിൽ പോകുമ്പോൾ നമ്മളുടെ പഴയ സ്കൂൾ സുഹൃത്തുക്കളെ കാണുന്നു, ഒരു അമ്പലത്തിൽ ഉത്സവോ പള്ളിയിലെ പെരുന്നാളോ അങ്ങനെ എന്തെങ്കിലും റിലീജിയസ് ആയിട്ടുള്ള ഫെസ്റ്റോ ഒക്കെ വരുമ്പോൾ പലപ്പോഴും ആ ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ നമ്മൾ അതിൽ കൂടുതൽ ഇൻവോൾവ് ആകുന്നുണ്ട്, അല്ലെ. അതാണ് ഗ്രിഗോറിയസ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, വായിച്ചോ. ഞാൻ വായിക്കാം മാം. യെസ്. The aspect of culture which is supported by togetherness and communication is language, consisting of speech, message, records, and literature. Our tendency to be gregarious leads to us to share with others our experiences of the environment, and this in turn is acting in concert with our tendency to communicate. That helps to bind people through shared experiences. Shared disclosure through exploration binds people spiritually and emotionally, and thus leads to the formation of language. അപ്പൊ ഏർലി മാൻ, ആദ്യകാലത്തെ ആളുകൾക്ക് ലാംഗ്വേജ് ഒന്നും ഫോം ചെയ്യാത്ത സമയത്ത് അവരിതുപോലെ പല ആക്ഷൻസും ജസ്റ്റേഴ്സും പിക്ചേഴ്സ് ഒക്കെ വെച്ചിട്ടല്ലേ പണ്ടിങ്ങനെ ഈ എക്സ്കവേഷൻസ് ഒക്കെ ചെയ്തു കഴിഞ്ഞ് ഇങ്ങനെ ചെല്ലുമ്പോൾ പലപ്പോഴും നമ്മളുടെ ഹിസ്റ്റോറിയൻസ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇങ്ങനെ പടം വരച്ചു വെച്ചിരിക്കുന്നത് കേസിൽ അതിന്റെ പിക്ചേഴ്സും. പണ്ട് അവരെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് അതായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഫ്രം ദ ബിഗിനിങ് ഇറ്റ്സെൽഫ്. അതാണ് പറയുന്നത്. പിന്നെ ഗ്രൂപ്പായിട്ടിരിക്കുന്നതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് അവർ കൊടുത്തിരുന്നു. അന്ന് നിന്ന് ഓരോ ഗ്രൂപ്പായിട്ടായിരുന്നു അവർ നടന്നിരുന്നത്. കാടുകളിലൂടെയും ഒക്കെ ഗ്രൂപ്പായിട്ട് നടന്നിരുന്നു. കുട്ടികളിലും ആ ഒരു ടെൻഡൻസി കാണാം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, അബ്സ്ട്രാക്ഷൻ ആൻഡ് ക്യൂരിയോസിറ്റി. വായിക്കാൻ ഒരാളെ റെഡി ആയിരുന്നു, അപ്പോഴേക്ക് ഞാനൊന്ന് പറയാം. നമുക്ക് മൃഗങ്ങളെ, അതായത് അനിമൽസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹ്യൂമൻസിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യാനായിട്ട് പറ്റും.
ഇപ്പൊ എന്നോട് ലിൻഡ എന്തെങ്കിലും ഒരു കാര്യം പറയാ, ലിൻഡ ഒരു മാരേജിന് പോയി, അവിടെ ബ്രൈഡിന്റെ ഡ്രസ്സിനെ കുറിച്ച് ലിൻഡ പറയാം. അപ്പൊ ഞാൻ ആ മാരേജിന് പോയിട്ടില്ലെങ്കിലും ഞാൻ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുക, ലിൻഡ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യും. അങ്ങനെ ഒരു കഴിവ് ഹ്യൂമൻസിനുണ്ട് കമ്പയർഡ് ടു അനിമൽസ്. അബ്സ്ട്രാക്ഷൻ, എന്തും ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാനും അനലൈസ് ചെയ്യാനും വേർതിരിച്ച് കാണാനും, സംഭവിക്കാത്ത കാര്യങ്ങൾ കൂടി നമുക്ക് അനലൈസ് ചെയ്യാനും വിഷ്വലൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് നാളെ ഒരിടത്ത് പോകണം, ഒരു പ്രോഗ്രാമാണ്, പ്രോഗ്രാം എന്തെങ്കിലും ഒരു സെമിനാറോ എന്തെങ്കിലും ആണെന്ന് വിചാരിക്കാം. നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതാണെങ്കിൽ നമ്മൾ ഈ സെമിനാർ എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, ഇന്ന ആളുടെ നമുക്ക് അറിയാവുന്ന ഒരാളാണ്, അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് ആളുടെ ടോക്കിനെ കുറിച്ച്, അപ്പൊ നല്ലതായിരിക്കും ആ ടോക്ക്, അപ്പൊ ഞാൻ കറക്റ്റ് സമയത്ത് എത്തണം, ആ ടോക്ക് എനിക്ക് നല്ലൊരു പോസിറ്റീവ് തോട്ട് കിട്ടുമായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക കാര്യത്തിന്. എനിക്ക് ഞാൻ ഇത്ര ഇന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇത്ര സമയത്ത് ഞാൻ അവിടെ എത്തും, എനിക്ക് എന്തായാലും കറക്റ്റ് ടൈമിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ആ സെമിനാറിന് ചിലപ്പോൾ വേറെ ഡെലിഗേറ്റ്സ് ഒക്കെ വരും, എനിക്ക് അവരെ പരിചയപ്പെടാൻ പറ്റുമായിരിക്കും. അങ്ങനെയൊക്കെ നമ്മൾ നടക്കാൻ പോകുന്ന ഈവെന്റ്സിനെ കുറിച്ച് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു. നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കാൻ പോകും, അല്ലെങ്കിൽ ഓണം, ക്രിസ്മസ്, പെരുന്നാള് ഒക്കെ വരുമ്പോൾ നമ്മൾ അത് മുൻകൂട്ടി കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. എന്ന രീതിയിൽ ഇപ്പൊ മഴയുള്ള സമയമാണെങ്കിൽ മഴ വരുവാണെങ്കിൽ കാര്യങ്ങൾ, മഴ വന്നാൽ അത് കൂടുതൽ കുഴപ്പമാവാതിരിക്കാൻ എന്തൊക്കെ എനിക്ക് മുൻകരുതൽ എടുക്കാം. അപ്പൊ നമുക്ക് ആ ഒരു വിഷ്വലൈസേഷൻ ഉണ്ട്, നമ്മൾ അതിനെ വിഷ്വലൈസ് ചെയ്യുന്ന ഒരു അബ്സ്ട്രാക്റ്റീവ് തിങ്കിങ് നമുക്കുണ്ട്. നമുക്ക് ഇമാജിനേഷൻ, അത് സംതിങ് ദാറ്റ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ നമ്മളപ്പോ ഇമാജിൻ ചെയ്യും, എന്നിട്ട് അത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണെങ്കിൽ അതിന് വേണ്ടുന്ന സ്റ്റെപ്സ് നമ്മൾ എടുക്കും. നമ്മളൊരു മുൻകൂട്ടി കാര്യങ്ങൾ കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുന്നു. അങ്ങനെ ഒരു അബ്സ്ട്രാക്ഷൻ തിങ്കിങ് നമുക്ക് വരും. നെക്സ്റ്റ് പറഞ്ഞത് ക്യൂരിയോസിറ്റി അല്ലേ. ക്യൂരിയോസിറ്റി പൊതുവെ എല്ലാവരിലും ഉണ്ട്. ഒരു എന്ത് കാര്യം കേട്ടാൽ അതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ടൊരു ആഗ്രഹം, അതല്ലേ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്. അതെങ്ങനെയെങ്കിലും ഒരു കാര്യം കാണുമ്പോഴേക്കും നമുക്ക് താല്പര്യമുള്ളതാണെങ്കിൽ നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ചില ആഡ്, മൂവിയെ കുറിച്ചാണെങ്കിൽ ചില ആഡ് ഭയങ്കരമായിട്ട് ഹൈപ്പായിട്ട് വരുമ്പോൾ നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആവും, അത് എന്തായിരിക്കും, അത് റിലീസ് ആവുന്ന ഡേറ്റ് ആവണവരെ നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും അത് കാണുന്നവരെ. അങ്ങനെ എന്ത് കാര്യങ്ങളെ കുറിച്ചും നമുക്കൊരു ക്യൂരിയോസിറ്റി നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മളുടെ ടെൻഡൻസീസ് തന്നെയാണ്. അപ്പൊ അത് വായിച്ചോളൂ ആരെങ്കിലും, അബ്സ്ട്രാക്ഷൻ ആൻഡ് ക്യൂരിയോസിറ്റി. The tendency to abstraction helps us to understand our experiences of the environment and establish relationships between our experiences. Our tendency to be curious provides a creative desire to know the how and why of things and events. To meet their survival, early men must be able to imagine and make abstractions. Early men observed the horns of an animal and the image of sharp instrument for their own defense, or they saw the bird's nest and imagined the build-up of a shelter. So the animal for ant imagined how to use it to keep warm. Together, abstraction and curiosity are the basis of that aspects of culture called pure science. This understanding of the environment completes the first in culture adaptation. As an early man understands the environment, he makes modification to the environment for some prompt human benefits. The second phase in cultural adaptation involves changes made to the environment in accordance with our understanding for durability and continuity. യെസ്, ഇതെല്ലാം ഏർലി മെന്നെ കുറിച്ചായിരുന്നു അന്ന് തുടങ്ങിയ ടെൻഡൻസീസ് ഉണ്ട്, ഈ ടെൻഡൻസീസ് ഉണ്ടെന്ന് പറഞ്ഞാണ് പറയുന്നത്. കാരണം അന്ന് അവർക്ക് വീടുകളില്ലായിരുന്നു, ചുമ്മാ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു. പിന്നെ മനസ്സിലായി, അവർക്ക് കിളികളുടെ കൂട് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഞങ്ങൾക്കും ഇതുപോലെ ഷെൽട്ടർ വേണം. അങ്ങനെ മഴ, മഞ്ഞ്, വെയിലൊക്കെ വരുമ്പോഴേക്കും അത് അവരുടെ ബോഡിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് മനസ്സിലാവുമ്പോൾ അവർ അതിനനുസരിച്ച് അവരുടെ ഓരോ രീതികളും മാറിക്കൊണ്ടിരിക്കുക. കൾച്ചർ പിന്നെ മാറാൻ തുടങ്ങി. അങ്ങനെ പല കാര്യങ്ങളും മാറി തുടങ്ങി. അബ്സ്ട്രാക്ഷൻ എന്തിനെ കുറിച്ചും അവര് എൻവയോൺമെന്റിനെ കുറിച്ച് കൂടുതൽ ക്യൂരിയസ് ആവുന്നു. ഇപ്പൊ കുഞ്ഞു ബേബീസിനെ അറിയാം, അവർക്ക് ചില കാര്യങ്ങൾ, ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അവർ ഭയങ്കരമായിട്ട് കാത് കൊടുത്തിട്ട് എന്താന്ന് അറിയാനും
അങ്ങനെയുള്ള രീതിയിൽ ആരുടെയെങ്കിലും ശബ്ദം കേൾക്കുമ്പോഴൊക്കെ ഏതൊരു അവസ്ഥയിലും നമുക്ക് ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് ഉണ്ടാവും. നമുക്കറിയാം വീട്ടിൽ സുഖമില്ലാതെ ആരെങ്കിലും ബെഡ് റിട്ടൺ അങ്ങനെ റെസ്റ്റ് ആണെങ്കിൽ അവർക്കും പുറത്തെന്തെങ്കിലും ശബ്ദം കേട്ടാൽ അവർ ചോദിക്കില്ല എന്താ അവിടെ കേട്ടത് എന്ന് പോയി നോക്കും. അപ്പൊ ഏത് അവസ്ഥയിലും നമ്മൾ ക്യൂരിയസ് തന്നെയാണ്. ക്യൂരിയോസിറ്റി എന്നുള്ള ടെൻഡൻസി ഹ്യൂമൻ നേച്ചർ തന്നെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ 4-5 ഒരുമിച്ചാ പറഞ്ഞിരിക്കണേ. കാൽക്കുലേഷൻ, റെപ്പിറ്റേഷൻ, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോൾ ആൻഡ് വർക്ക്. ഈ പാരഗ്രാഫാണ് അത്യാവശ്യമുണ്ട്. Calculation, repetition, concentration, self-control and work. Okay, work. നമ്മളെപ്പോഴും ഒന്നും ചെയ്യാതെ ചടഞ്ഞുകൂടി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഒരു എക്സാമ്പിൾ വിചാരിക്കുക, നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു ഫാമിലിയിലെ ഒരു ഫംഗ്ഷൻ വരും. തലേ ദിവസം തുടങ്ങി നമ്മൾ അവിടെയാ, നമ്മുടെ വീട്ടിൽ നിന്നെല്ലാം പാക്ക് ചെയ്ത് വന്ന് അവിടെ സ്റ്റേ ആന്ന് വിചാരിക്കുക. തലേ ദിവസം തുടങ്ങി അവിടെ രാവിലെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ട കാര്യമില്ല, എല്ലാം നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അങ്ങനെ നമ്മള് ഭക്ഷണം നല്ലപോലെ കഴിക്കുന്നു, ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെയാണ് എല്ലാം കഴിക്കുന്നത്. ഒന്ന് പറയില്ലേ അങ്ങനെ പണിയൊന്നും എടുക്കാത്ത കാരണം ഒരു സുഖമില്ലാന്ന്. ഭക്ഷണം മാത്രം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന് അങ്ങനെ ഒരു വീട്ടിൽ ചെന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുമോ, എന്തെങ്കിലും ചെടികൾ നോക്കുവോ, വീട്ടിലെന്തെങ്കിലും ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോഴേക്കും നമുക്കങ്ങനെ നമ്മുടെ ബോഡി ഇങ്ങനെ എപ്പോഴും ഒന്ന് ആക്റ്റീവ് ആയിരിക്കുമ്പോൾ നമുക്കൊരു എനർജി ഫീൽ ചെയ്യും. അപ്പൊ വർക്ക് ഹ്യൂമന്റെ ഒരു നേച്ചറാണ്. അവരെപ്പോഴും എന്തെങ്കിലും വർക്കിന് ഏർപ്പെടുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യം. അവർക്ക് എപ്പോഴും ഒരു എന്തോ അച്ചീവ് ചെയ്ത് അവരൊരു ജോലി ചെയ്യുന്നത് എന്ത് ജോലി തന്നെയാണെങ്കിലും, അതൊരു ചെടി ഒരു മാവ് തൈ കൊണ്ടുവന്ന് വെച്ചു, എന്നും പോയി അത് നോക്കും. അത് കുറച്ചു കഴിഞ്ഞപ്പോ വലുതായി, അതിൽ തളിരില വന്നു, പിന്നെ അത് ചെറിയ മാവിൻ കുലകളൊക്കെ ആയി, അത് പൂത്തു മാങ്ങയുണ്ടായി. നമുക്കത് ഭയങ്കര സന്തോഷം, ഞാൻ നട്ട മാവില്. അപ്പൊ നമ്മൾ എന്ത് വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. ചുമ്മാ നമ്മുടെ വാഷ് ബേസിനിലെ മിറർ നല്ല അഴുക്ക് പിടിച്ചിരിക്കുക, എന്നാൽ അത് ഗ്ലാസ് ക്ലീനർ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ കുറെ നേരമായി നോക്കിയിട്ടില്ലേ, നമുക്ക് ആകെ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. നമ്മൾ എന്തോ അച്ചീവ് ചെയ്തു എന്ന് പറയും. ആ നല്ല വൃത്തിയായി, നമ്മൾ എന്തെങ്കിലും ഒന്ന് വൃത്തിയാക്കും, അപ്പൊ നമുക്ക് അതൊരു സന്തോഷം. നമ്മുടെ ഗാർഡൻ ശരിയായി, നമ്മൾ പച്ചക്കറി തോട്ടം ഉണ്ടാക്കി, അതിൽ എന്തെങ്കിലും ഒരു പച്ചമുളക് ഉണ്ടാകുമ്പോൾ തന്നെ നമുക്കങ്ങ് സാറ്റിസ്ഫാക്ഷൻ ആണല്ലേ. വർക്ക് അത് ഹ്യൂമൻ ടെൻഡൻസി തന്നെയാണ്. അതിലൂടെ അവർക്കൊരു സെൽഫ് റെസ്പെക്ട് ഉണ്ടാവും. അവർക്ക് എന്തോ ഒരു അക്കംപ്ലിഷ്മെന്റ്, ഒരു അച്ചീവ്മെന്റ്, ഒരു നേട്ടം കിട്ടിയതുപോലുള്ളൊരു ഫീലിംഗ്. മറിയം മോണ്ടിസോറി പറയുന്നത് കുട്ടികൾ ത്രൂ വർക്ക് അവർക്ക് എന്തെങ്കിലും ഡിഫക്റ്റോ അവർക്ക് എന്തെങ്കിലും ഒരു മിസ്ബിഹേവിയർ, ഒരു ഡീവിയേഷൻ സംഭവിക്കുന്ന, നമ്മൾ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ പറഞ്ഞില്ലേ, ഡീവിയേഷനിലേക്കൊക്കെ പോകുന്ന കുട്ടികൾ അവരെപ്പോഴും ഒരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുമ്പോൾ അവരെപ്പോഴും ഭയങ്കര അവരെപ്പോഴും ഒരു ലോയൽ ആയിരിക്കും. അവരോട് തന്നെ അവരൊരു നീതി പുലർത്തും എന്നാണ് മറിയം മോണ്ടിസോറി പറയുന്നത്. അവരിങ്ങനെയുള്ള ഡീവിയേഷനിൽ നിന്നും അവർ ഫ്രീ ആകും. കുട്ടികൾ എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കണം എന്നാണ്, ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. അതിനകത്ത് നമുക്ക് വന്നതാണ് റിപ്പിറ്റേഷൻ. കുട്ടികൾ പലപ്പോഴും ചില കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഓവർ ആൻഡ് ഓവർ എഗെയിൻ പലപ്പോഴും റിപ്പീറ്റ് ചെയ്യും. അത് പലപ്പോഴും ആ ഒരു കാര്യത്തിൽ അവർക്ക് മാസ്റ്റർ ആവും, അവർക്ക് അത് നല്ല രീതിയിൽ ചെയ്യണം. അവിടെ പെർഫെക്ഷൻ കൂടെ വന്നിട്ടുണ്ട്, അത് ടോപ്പ് ആകണം ആ ടാസ്കിൽ അവർ ടോപ്പായി. ഇപ്പൊ എക്സാമ്പിൾ പേപ്പർ വെച്ചിട്ട് ഒരു ബോട്ട് ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു. പലപ്പോഴും ഫോൾഡിങ് ഒന്നും മനസ്സിലാകാതെ ബോട്ട് ശരിയാകുന്നില്ല. ആ ബോട്ട് ഉണ്ടാക്കുന്നവർ റിപ്പീറ്റ് ചെയ്ത് നല്ല ഭംഗിയുള്ള ഒരു ബോട്ടാവും. അപ്പൊ അവർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആകും, അവരതിനൊരു മാസ്റ്ററായി. പിന്നെ അറിയാം എങ്ങനെ നല്ല ബോട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ അവരതിൽ ആയി കഴിയുമ്പോൾ അവർ വീണ്ടും പുതിയ പുതിയ ബോട്ട്സ് ഉണ്ടാക്കാനായിട്ട് പോകും. വൺസ് മാസ്റ്റർ ആയാലും അവര് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു വർക്ക് അവർ റിപ്പീറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. റിപ്പീറ്റ് ദ ആക്ടിവിറ്റി. ആ സന്തോഷം നിലനിൽക്കുന്നിടത്തോളം കാലം അവർ ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അതിനകത്ത് റെപ്പിറ്റേഷൻ പറഞ്ഞു, വർക്ക് പറഞ്ഞു അല്ലെ.
കോൺസെൻട്രേഷൻ. നമ്മൾ വർക്കിന്റെ കാര്യം പറഞ്ഞു, റിപ്പീറ്റേഷൻ, കോൺസെൻട്രേഷൻ. ഇവര് ഓരോ വർക്ക് ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അറ്റൻറ്റീവ് ആയിട്ടിരിക്കുക, വളരെ എനർജറ്റിക് ആയിട്ടിരിക്കുക. ആ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് അവരിൽ വരുന്നതാണ് കോൺസെൻട്രേഷൻ. അവർ നല്ല എനർജറ്റിക് ആയിരിക്കും, വളരെ അറ്റൻറ്റീവ് ആയിരിക്കും ആ ഒരു സമയത്ത്. അപ്പൊ കോൺസെൻട്രേഷൻ ഒറ്റയ്ക്ക് പലപ്പോഴും ഫുൾഫിൽ ചെയ്യാറില്ല. അവിടെ ഒരു വർക്കിന്റെ ആവശ്യമുണ്ട്, ഒരു പെർഫെക്ഷന്റെ ആവശ്യമുണ്ട്. നമുക്ക് ഇതിനകത്ത് പെർഫെക്ഷൻ പറയുന്നില്ല, എന്നാലും കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്താ? അവർ കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അവർ എന്തോ ആക്ടിവിറ്റി ചെയ്യുന്നു, അപ്പോഴാണ് കോൺസെൻട്രേഷൻ എന്നുള്ള ടെൻഡൻസി വരുന്നത്, അതായത് വർക്ക്. അപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വരുമ്പോൾ അവർ എന്തായാലും ഒരു പെർഫെക്ഷനിലേക്ക് ആയിരിക്കും അവർ നീങ്ങുന്നത്. പിന്നെ അവിടെ റെപ്പിറ്റേഷനും വരും. പെർഫെക്ഷൻ വന്നില്ലെങ്കിൽ അവരെന്താ ചെയ്യുക? ആ വർക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കോൺസെൻട്രേഷൻ ഒറ്റയ്ക്കുള്ള ഒരു ടെൻഡൻസി അല്ല, പലതിന്റെ കൂടെ വരുന്നതാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ കാൽക്കുലേഷൻ. പലപ്പോഴും കുട്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവർക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവും മനസ്സിൽ. ഈ രീതിയിൽ പോയാൽ അത് കറക്റ്റ് ആയിരിക്കും. ഇപ്പൊ വഴി കാണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് ഈ ബുക്കുകളിലൊക്കെ, ചെറിയ കോമിക് ബുക്കുകളിലും ഒക്കെ കാണാറുണ്ടല്ലോ, വഴി കാണിക്കുക. ചില കുട്ടികൾ അത് എവിടെയാണോ എത്തേണ്ടത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇവർക്ക് ഓരോ കാൽക്കുലേഷൻ എങ്ങനെ അവർ ആദ്യം നോക്കും, ആ പിക്ചർ നോക്കിയിട്ട് അവർ ചിന്തിക്കും. മനസ്സിൽ ഓരോ കാൽക്കുലേഷൻ. ഒരു വർക്ക് ചെയ്യും, കാൽക്കുലേഷനും ഒറ്റയ്ക്ക് വരുന്ന ടെൻഡൻസി അല്ല, എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന്റെ കൂടെ വരുന്നതാണ് കാൽക്കുലേഷൻ. സെൽഫ് കൺട്രോൾ. പലപ്പോഴും ഓരോ കൺട്രോൾ ചെയ്യും. ഇത് ബിൽഡിംഗ് ബ്ലോക്സ് അതങ്ങ് താഴെ വീഴ്ന്നു പോകും, പക്ഷെ അവര് ഫ്രസ്ട്രേറ്റഡ് ആവാതെ അത് ചെയ്യാനുള്ള ഒരു മൈൻഡ് അവർക്ക് വരുന്നതാണ് പറയുന്നത്. അപ്പൊ വഴി കാണിക്കുന്നത്, ആദ്യം ഒരു വഴിയിലൂടെ പോയി അത് എങ്ങും എത്തിയില്ല, വീണ്ടും അവർ അടുത്ത ട്രൈ ചെയ്യും. അപ്പൊ ആ ഒരു ഇത് വരും. നമ്മൾ പലപ്പോഴും കുട്ടികളുടെ കൂടെ ഇരുന്നിട്ട് വഴി കാണിക്കല് നമ്മളും ചെയ്ത് കൊടുക്കാറുണ്ട്. കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്താ, നമുക്കറിയാം, നമുക്ക് ആ ഒരു സെൻസ് ഉണ്ട്, കുട്ടി അടുത്തുണ്ട്, കിട്ടിയില്ലെങ്കിൽ എന്താ, കുട്ടിയെ കൊണ്ട് അത് കിട്ടിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കില്ലേ. ആ ഒരു പ്രാക്ടീസ് കിട്ടുന്ന കാരണം അവിടെ ശരിക്കും കുട്ടിക്ക് സെൽഫ് കൺട്രോൾ വരിക. വീണ്ടും നോക്കിയാൽ കിട്ടും. കാരണം കുട്ടിക്ക് അവിടെ ഒരു സപ്പോർട്ടോട് കൂടി ഇരിക്കുക, നമ്മൾ കുട്ടിയെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും. അപ്പൊ നമ്മളും ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ നമ്മുടെ കൺട്രോൾ വിടുവാണെങ്കിൽ കുട്ടിയിലേക്ക് അത് പാസ് ചെയ്യില്ല. നമ്മള് നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം എന്നല്ലേ നമ്മൾ കുട്ടികളോട് പറയാറുണ്ട്. നമുക്കറിയാം അവരോട് ഏത് വേയിൽ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യണമെന്ന്. കാൽക്കുലേഷൻ, റിപ്പിറ്റേഷൻ, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോൾ ആൻഡ് വർക്ക്, അത് കുറച്ചധികം ഉണ്ട്. അത് നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അത് വായിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം. Okay, ma'am. Thank you, ma'am. Good night.